ജനൽ വഴിയാണ് പൊളിച്ചു അകത്തേക്ക് കടന്നത്. എല്ലാത്തിനെയും പൂട്ടൊക്കെ പൊളിച്ചിട്ടുണ്ട്, എല്ലാ പൂട്ടും പൊളിച്ചിട്ടുണ്ട്. വടകര വീരഞ്ചേരിയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ മോഷണം. വീരഞ്ചേരി പുത്തൻപുരയിൽ വത്സലയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പിൻവശത്തെ കിണറിനോട് ചേർന്നുള്ള കുളിമുറിയുടെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ വീടിനുള്ളിൽ കടന്നത്. നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള വീട്ടുപകരണങ്ങൾ നഷ്ടമായിട്ടുണ്ട്. പൂട്ടിക്കിടക്കുകയായിരുന്ന വീട് വൃത്തിയാക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടതെന്ന് മകൾ മിഥുന പറഞ്ഞു. ഇത് ഞാൻ ഇവിടെ പൂട്ടിയിടുന്ന വീടാണ്. അമ്മ മരിച്ചിട്ട് 3 വർഷമാവാനായി. അപ്പോൾ പൂട്ടിയിട്ടാണ് ഞാനിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വരുന്നതാണ്. ഇവിടെ 2-3 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വരലുണ്ട്. അങ്ങനെ വന്ന് നോക്കുമ്പോഴാണ് ഇന്നിപ്പം ബാക്കിലത്തെ കിണർ എൻ്റെ ജനൽ വഴിയാണ് പൊളിച്ചു അകത്തേക്ക് കടന്നത്. കുറേ പഴയ സാധനങ്ങളുള്ള വീടായതിനെ കൊണ്ട് ഒരുപാട് ചെമ്പുകളും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടതായിട്ട് എൻ്റെ അറിവിലുണ്ട്. കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും എനിക്കറിയില്ല. 100 വർഷം ഉണ്ടാവും തോന്നുന്നു. കാരണം പഴയതായതിനെ കൊണ്ട് എനിക്ക് ഒരു സംശയം. കഞ്ഞിക്കലം, പിന്നെ ചെമ്പുകൾ, മിക്സി, പിന്നെ കച്ചട്ടി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ പാത്രങ്ങൾ, കുക്കറുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ പിച്ചളേൻ്റെ എല്ലാത്തിനെയും പൂട്ടൊക്കെ പൊളിച്ചിട്ടുണ്ട്, എല്ലാ പൂട്ടും പൊളിച്ചിട്ടുണ്ട്. ബാക്ക് വശത്തെ ഡോറിൻ്റെ പട്ട വെച്ച് അത് വളഞ്ഞിട്ടുണ്ട്, തുറക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്. ഒരു ഡോറ് വഴിയാണ് ഇങ്ങോട്ട് കയറിയത്. ഒരു ഭാഗത്തെ പാളി പൊളിച്ചതാണ്. അടുക്കള ബാത്റൂമിൻ്റെ ജനലിൻ്റെ ഒരു പാളി പൊളിച്ചിട്ടാണ് ഉള്ളിൽ കയറിയത്. ബാക്കി ഇപ്പോൾ ഒരു 2 വിളക്കും ഒരു കിണ്ടി മാത്രമല്ല. അത് ഞാൻ അന്ന് തുണി വെച്ച് മറച്ചതിനെ കൊണ്ട് അത് അവരെ കണ്ണുപെട്ടില്ല. അത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എൻ്റെ അറിവിൽ വില പിടിച്ചത്. ബാക്കി പിന്നെ പഴയ സാധനങ്ങളേ ഉള്ളൂ. പിൻവശത്തെ കിണറിനോട് ചേർന്നുള്ള കുളിമുറിയുടെ വാതിൽ തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. വടകര പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തി.